കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖപത്രമായ വീക്ഷണം. കോഴിക്കോട് DCC ഉദ്ഘാടനത്തിൽ നടന്നത് വിലയ്ക്കും നിലയ്ക്കും ചേരാത്ത പ്രവൃത്തിയാണ്. ഇടിച്ചുകയറിയും പിടിച്ചു തള്ളിയും പ്രസ്ഥാനത്തിന്റെ വില കളയരുതെന്നാണ് വിമർശനം. ഇടിച്ചുകയറിയല്ല മുഖം കാണിക്കേണ്ടത്, തലക്കെട്ടിലാണ് മുഖപ്രസംഗവും വിമർശനങ്ങളും വന്നിരിക്കുന്നത്. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത് പറയൂ. രോഹിണി, ഈ കോഴിക്കോട് DCC ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ക്യാമറകൾക്ക് മുന്നിലേക്ക് വരാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ എല്ലാവരും കണ്ടതാണ്. അത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള വിമർശനത്തിനും പരിഹാസത്തിനും ഒക്കെ ഇടവരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് മുഖപത്രം തന്നെ ആ വിഷയത്തിൽ വലിയ വിമർശനവും ഉന്നയിച്ച് രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. വീക്ഷണം പറയുന്നത് ഈ പരിപാടികളിൽ ഏത് മഹത്തരമായ പരിപാടിയെയും ഇത്തരക്കാർ പരിഹാസ്യമാക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തലോടെയാണ് വീക്ഷണത്തിന്റെ ഈ മുഖപ്രസംഗം വരുന്നത്. ഇടിച്ചു കയറിയും പിടിച്ചു തള്ളിയും കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്തരുത്, വാർത്തകളിൽ പേരും പടവും എങ്ങനെയും വരുത്തുകയെന്ന നിർബന്ധ ബുദ്ധി വേണ്ട, നമ്മളിൽ ചിലരുടെ ഭാഗത്ത് നിന്ന് ഒരു നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവൃത്തികൾ ചിലപ്പോഴെങ്കിലും ഉണ്ടാകുന്നു, ഏത് മഹത്തായ പരിപാടിയെ മറ്റുള്ളവർക്ക് പരിഹാസ്യമാകുന്ന തരത്തിലേക്ക് ഇടിച്ചു കയറാൻ മത്സരിക്കുന്നവർ സ്വന്തം നില മറന്നാണ് പെരുമാറുന്നത്. സമൂഹമധ്യത്തിൽ പ്രസ്ഥാനത്തെ പരിഹാസ്യമാക്കുന്ന ഇത്തരം ഏർപ്പാട് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. കോൺഗ്രസ് പാർട്ടിയിൽ ഇടിച്ചു കയറിയാൽ മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരം പൊതുപ്രവർത്തന അലിഖിത ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് വളരെ വലിയ ജനബാഹുല്യമുള്ള പരിപാടികളിലും കോൺഗ്രസ് നേതാക്കളൊക്കെ പങ്കെടുത്തിരുന്നു. ആ പഴയ അച്ചടക്കം കാണിക്കാൻ കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ സ്വയം തയ്യാറാകണമെന്നുള്ളത് ഒരു വിമർശനവും ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ജനക്കൂട്ട പാർട്ടി എന്നത് ജനാധിപത്യപരമായ വിശാലതയാണ്, കുത്തഴിഞ്ഞ അവസ്ഥയാകരുത് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളും ഉന്നയിക്കുന്നു. പ്രവർത്തകർ സ്വയം, നേതാക്കളുമൊക്കെ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഇത്തരത്തിലുള്ള ഉദ്ഘാടന ചടങ്ങുകളിലും പരിപാടികളിലുമൊക്കെ ഉദ്ഘാടകനും അധ്യക്ഷനും അങ്ങനെയുള്ള പ്രസംഗിക്കുന്ന ആളുകൾക്കുമൊക്കെ കൃത്യമായ ഇരിപ്പിടങ്ങൾ ഉണ്ടാകാനുള്ള കാര്യങ്ങൾ അത് ഉറപ്പുവരുത്തണം. ഈ സോഷ്യൽ മീഡിയയിലും നവമാധ്യമങ്ങളിലും അടക്കം ഇത്തരം വിമർശനങ്ങൾ വരുന്ന സാഹചര്യം ഒഴിവാക്കണം എന്നുള്ള വിമർശനവും ഇതിലുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പ്രകടനങ്ങളിലും ജാഥകളിലും പരസ്പരം ഉന്തും തള്ളും സൃഷ്ടിക്കുന്ന പ്രവണത പാർട്ടിക്ക് സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുന്നു എന്നുള്ള ഒരു വിമർശനവും വീക്ഷണം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ കോൺഗ്രസിന്റെ പരിപാടികളെല്ലാം കാണാൻ നിൽക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ പേർ വേദിയിലുണ്ടാകുന്ന, സ്റ്റേജിലുണ്ടാകുന്ന സാഹചര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അത്ര വലിയ ഇടിച്ചുതള്ളലൊക്കെ എപ്പോഴും കോൺഗ്രസിന്റെ പരിപാടികൾ അടുത്ത കാലത്ത് ഉണ്ടാകാറുമുണ്ട്. അതിൻ്റെ ഒരു എക്സ്ട്രീം അവസ്ഥയായിരുന്നു കോഴിക്കോട് DCC ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും അതിൽ സ്വന്തം പാർട്ടി മുഖപത്രം വരെ ഇപ്പോൾ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇനി ഇതിനോട് കോൺഗ്രസ് നേതാക്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയം. രോഹിണി. ശരി, പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകി.